ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഇബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. എബ്രായ വിശ്വാസികൾ അല്ലെങ്കിൽ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു കൂട്ടം ജനം, അവർ മന്ദതയിൽ, ക്ഷീണത്തിൽ, അവരുടെ ചുവടുവെപ്പുകൾ പുറകോട്ട് ആകുന്നത് കണ്ടിട്ട് എബ്രായ ലേഖകൻ അവരെ ധൈര്യപ്പെടുത്തുകയും അവർക്ക് ദൈവം വച്ചിരിക്കുന്ന നന്മകളെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ലേഖനമാണിത്. ഒന്നുകൂടെ പറഞ്ഞാൽ, യഹൂദ പാരമ്പര്യം, ഇന്നലകളിൽ അവർ വിശ്വസിച്ചിരുന്ന മതത്തിൻ്റെ ഗുണഗണങ്ങൾ ഒക്കെ വലുതായി അവർക്ക് തോന്നുകയും അവർ ഇന്ന് നിൽക്കുന്ന മഹത്തായ ക്രിസ്തീയ പ്രത്യാശ എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ അതിൻ്റെ മൂല്യം അവരുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകുകയും ചെയ്യുമ്പോൾ മന്ദതയുള്ളവരായി, അല്ലെങ്കിൽ ക്ഷീണിച്ച്, അല്ലെങ്കിൽ മടുത്ത് പോകുന്ന ഒരവസ്ഥ എബ്രായ വിശ്വാസികൾക്കുണ്ടാകുന്നു. ഇന്നത്തെ കാലഘട്ടവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇന്നത്തെ സഭയിൽ നമ്മിൽ പലരിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത് എന്നത് നാം അറിഞ്ഞിരിക്കണം. എന്തെന്നാൽ വിശ്വാസത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വളരെ ഉത്സാഹത്തിൽ, വളരെ ധൈര്യത്തിൽ, മാനസികമായും ഒക്കെ വലിയ സന്തോഷത്തിൽ ആകുന്നു. എന്നാൽ ശ്വാസത്തിൽ കുറച്ചു നാള് ചുവട് വെച്ച് കഴിയുമ്പോൾ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, മന്ദതയും ക്ഷീണവുമൊക്കെ നമുക്കും ഉണ്ടാകാം. എന്നാൽ ഈ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നാം അങ്ങനെ ഒരവസ്ഥ വന്നാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത്. ഒരു മന്ദത വന്നാൽ, ഒരു ക്ഷീണം വന്നാൽ, ഒരു തളർച്ച വന്നാൽ, പ്രൈസ് ദി ലോർഡ്, നാം എങ്ങനെയാണ് അതിനെ അതിജീവിക്കേണ്ടത്, അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മന്ദത എന്നുള്ളത്, ക്ഷീണം എന്നുള്ളത് ഒരു വിശ്വാസ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള മേഖലയാണ്. അത് അപകടം പിടിച്ച ഒരു മേഖലയുമാണ്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നത് ഈ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ വഴിദൂരം നിമിത്തം അവരുടെ മനസ്സ് ക്ഷീണിച്ചു എന്ന്. വഴിദൂരം, കഴിഞ്ഞ 40 വർഷമായി കനാനിലേക്കുള്ള യാത്രയിലാണവർ. പക്ഷേ അവരുടെ വഴിദൂരം, ഓരോ ദിവസം കഴിയുന്നു, ഓരോ വർഷം കഴിയുന്നു, അടുത്ത വർഷം ഇത് ലഭിക്കും, അടുത്ത ദിവസം ഇത് ലഭിക്കും എന്നുള്ള ചിന്തയിൽ 40 വർഷത്തെ ആ വഴിയുടെ ദൂരം അവരുടെ മനസ്സ് ക്ഷീണിച്ചു. അവർ മനസ്സിൽ തളർന്നു, അവർ പിറുപിറുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം നാം ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ, നാം മന്ദീഭവിച്ചു പോകാതിരിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് പകൽക്കാലം ഈ വചനചിന്തയിലൂടെ ജനത്തെ പ്രബോധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ്, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത. 2 മേഖലയാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, നമ്മൾ
വിശ്വാസത്തിലും, 2 ദീർഘക്ഷമയിലും. ഈ 2 മേഖല, പ്രൈസ് ദി ലോർഡ്, വാഗ്ദത്തം കൈവശമാക്കിയവർ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ആലോചന കൈവശമാക്കിയവർ, ഇതിൽ 2ഉം അവർ ജയിച്ചു എന്നുള്ളത്. 1 വിശ്വാസത്തിൽ, 2 ദീർഘക്ഷമ. ദീർഘക്ഷമ എന്നുള്ളത് കാത്തിരിപ്പ് എന്ന പദമാണ് അവിടെ നമ്മൾ, പ്രൈസ് ദി ലോർഡ്, മനസ്സിലാക്കേണ്ടത്. ദീർഘക്ഷമ, കാത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിക്കുക. 2, പ്രൈസ് ദി ലോർഡ്, അതിനുവേണ്ടി കാത്തിരിക്കുക. ആ കാത്തിരുന്നവർ വാഗ്ദത്തത്തെ അവകാശമാക്കിയിട്ടുണ്ട്. എന്നിട്ട് അവരോട് ക്ഷീണിച്ചു പോകുന്ന, അല്ലെങ്കിൽ മന്ദീഭവിച്ചു പോകുന്ന എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, അവർക്ക് നിങ്ങൾ അനുകാരികളായി തീരും. എന്ന് വെച്ചാൽ ദൈവം വാഗ്ദത്തം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, വിശ്വാസത്തിൽ ഉറച്ച്, എന്ന് വെച്ചാൽ വാഗ്ദത്തത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു അവർ. 2, അവർ കാത്തിരുന്നു, അവർ അത് പ്രാപിച്ചു. ആ പ്രാപിച്ച ആളുകളെ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ധൈര്യം പകരുന്ന, ഹല്ലേലൂയ, നമ്മളെ വീണ്ടും ഉത്സാഹിപ്പിക്കുന്ന ഒരനുഭവം ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരിക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മടുക്കാതിരിക്കാൻ, ക്ഷീണിക്കാതിരിക്കാൻ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ട 2 മേഖലയാണ്. 1, വാക്ക് പറഞ്ഞവനെ ആഴത്തിൽ വിശ്വസിക്കുക. 2, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വാക്കു പറഞ്ഞ ദൈവത്തിൽ, ഹല്ലേലൂയ, അവനത് നിവർത്തിക്കുമെന്ന്, ഹല്ലേലൂയ, വിശ്വസിക്കുക മാത്രമല്ല, അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പൊ ഹല്ലേലൂയ, സ്തോത്രം. ഹബക്കൂക്കിന്റെ പ്രവചനത്തിനകത്ത് നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കും. ഹബക്കൂക്ക് 2:2. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. ഹബക്കൂക്ക് പ്രവാചകൻ, പ്രൈസ് ദി ലോർഡ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന പദം, പ്രൈസ് ദി ലോർഡ്, പറയുമ്പോൾ, ഹല്ലേലൂയ, ആ നീതിമാൻ, അവന്റെ ക്വാളിറ്റിയാ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, അവൻ വിശ്വസിക്കും, അവൻ കാത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദർശനത്തിന് എക്കാലത്തും ഒരു അവധിയുണ്ട്. വാഗ്ദത്തത്തിന് എക്കാലത്തും ഒരു അവധിയുണ്ട്, ഒരു സമയമുണ്ട്. ആ സമയം വരെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, കാത്തിരിക്കുവാൻ തയ്യാറാകുന്ന വ്യക്തികൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ്, അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യമാണ്. യേശു പറയുന്ന ഒരു വാക്കിങ്ങനാണ്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. നമുക്കറിയാം, 10 ദിവസം അവർ കാത്തിരുന്നു. കാത്തിരുന്നവരുടെ മേൽ, ഹല്ലേലൂയ, വാഗ്ദത്തമായ പരിശുദ്ധാത്മാവ് പകരപ്പെടുവാനും അത് അവർ പ്രാപിക്കുവാനും അവർ അനുഗ്രഹിക്കപ്പെടുവാനും ഇടയായി. എബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഈ വാക്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വാഗ്ദത്തം ദീർഘക്ഷമയോടെ വിശ്വാസത്തോടെ പ്രാപിച്ച അബ്രഹാമിനെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രഹാമിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ വാഗ്ദത്തം പ്രാപിച്ച ചിലരുണ്ട് നിങ്ങളുടെ മുമ്പിൽ. അവർ ആ വാഗ്ദത്തത്തെ പ്രാപിച്ചത് ദീർഘക്ഷമ കൊണ്ടും വിശ്വാസം കൊണ്ടുമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
യെശയ്യാവിന്റെ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 30-31 വാക്യം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. രണ്ടു വ്യക്തികളെ അവിടെ പറയുന്നു, ബാല്യക്കാരും യൗവനക്കാരും. യഥാർത്ഥമായി ബാല്യക്കാരും യൗവനക്കാരും അവരുടെ ആ ഏജ്, വാർദ്ധക്യത്തിൽ ഇടറും ക്ഷീണിക്കും, സത്യമാണ്. അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുഞ്ഞായിരിക്കുമ്പോൾ, ബാല്യക്കാർ എന്ന് പറഞ്ഞാൽ സ്തോത്രം ശൈശവം കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ശൈശവത്തിലും ക്ഷീണിക്കാം, ഇടറാം. പക്ഷെ ബാല്യക്കാർ ക്ഷീണിക്കാനും ഇടറാനും പറ്റില്ല. കാരണം അവർ മാനസികമായും ശാരീരികമായും നല്ല ബലമുള്ളവരാണ്. അവർക്ക് എത്ര വേണമെങ്കിലും ഓടാം, എത്ര വേണമെങ്കിലും നടക്കാം. ഒരു ക്ഷീണിക്കാത്ത ഒരു ശരീരത്തിന്റെ അവസ്ഥയാണ്. മനുഷ്യ ശരീരത്തിന്റെ 4 അവസ്ഥയിൽ ഏറ്റവും നല്ല അവസ്ഥയാണ് ബാല്യക്കാർ എന്ന, അല്ലെങ്കിൽ യൗവനം, ബാല്യം എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. എന്നാൽ അവിടെ പോലും ഇടറാം, തളരാം. എന്നാൽ സ്തോത്രം പരിശുദ്ധാത്മാവ് പറയുക, യഹോവയെ കാത്തിരിക്കുന്നവർ പ്രൈസ് ദി ലോർഡ് ശക്തിയെ പുതുക്കും എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം പ്രൈസ് ദി ലോർഡ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുക്കപ്പെടുന്ന ശക്തിയാണ്. പുതുക്കപ്പെടുന്ന ശക്തി. ഇതിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറയുന്നത് കൊണ്ട് ഒരു ചിന്ത ഞാൻ പറഞ്ഞു വിടാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ക്ഷീണിക്കരുത് എന്ന ചിന്തയാണ് നമ്മൾ പറയുന്നത്. ക്ഷീണിക്കരുത്. എന്നാൽ ക്ഷീണമുണ്ടാകും, യാഥാർത്ഥ്യമാണ്. തളർച്ചയുണ്ടാകും, യാഥാർത്ഥ്യമാണ്. മന്ദത ഉണ്ടാകും, യാഥാർത്ഥ്യമാണ്. ഈ മന്ദതയിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഒരു കഴുകനോട് ഉപമിച്ചാണ് വിശ്വാസികളെ പല പല പക്ഷികളെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ കഴുകനോട് ഉപമിച്ച കഴുകൻ, ഹല്ലേലൂയ സ്തോത്രം, ആ പക്ഷി പലപ്പോഴും പുതുക്കം പ്രാപിക്കുന്ന പക്ഷിയായിട്ട് കാണാം. പുതുക്കം പ്രാപിക്കുക എന്ന് വെച്ചാൽ കഴുകന്റെ ജീവചരിത്രത്തെ കുറിച്ച് ഉള്ള ഹല്ലേലൂയ സ്തോത്രം ഒരു പഠനം എങ്ങനെയാണ്? കഴുകന് ക്ഷീണം തോന്നുമ്പോൾ എന്ന് വെച്ചാൽ തനിക്ക് എപ്പോഴെങ്കിലും മനസ്സിലാകും തനിക്ക് ഉയരങ്ങളിൽ പറക്കുവാൻ കഴിയുന്നില്ല, തൻ്റെ ശരീരത്തിന് വെയിറ്റ് കൂടി, ഹല്ലേലൂയ സ്തോത്രം, തനിക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് കഴുകൻ എപ്പോഴൊക്കെ ബോധ്യപ്പെട്ടാൽ കഴുകൻ അപ്പോൾ ഒരു പാറയുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലും. എന്നിട്ട് അവിടെ ഇരുന്ന് തൻ്റെ പഴയ തൂവലുകളെല്ലാം കൊത്തിപ്പറിക്കും. അപ്പോൾ രക്തമൊഴുകും. അപ്പോൾ താൻ വികൃത രൂപിയായി മാറും. എല്ലാ ചിറകിന്റെയും തന്റെ ശരീരത്തിലുള്ള എല്ലാ ഹല്ലേലൂയ സ്തോത്രം ആ തൂവലുകളും കൊത്തി കൊത്തി അത് പറിച്ചു കളയും. കുറെ നാള് ഒരു മാംസപിണ്ഡത്തെ പോലെ ഹല്ലേലൂയ ഈ പാറയിൽ ഇരിക്കും. ശേഷം തൻ്റെ മുറിവുകളെല്ലാം ഉണങ്ങി പുതിയ ചിറകുകൾ കിളിച്ച് കഴുകൻ വീണ്ടും പുറത്തു വരും. ഈ പുറത്തു വരുന്ന കഴുകൻ വീണ്ടും ഇന്നലെകളേക്കാൾ ശക്തമായി പറക്കും. എന്ന് വെച്ചാൽ പറയട്ടെ, പുതുക്കപ്പെടുന്ന ഒരു ശക്തിയാണ് കഴുകന്റെ ശക്തി. പുതുക്കപ്പെടുന്ന ശക്തി എന്ന് വെച്ചാൽ അർത്ഥം, എപ്പോഴൊക്കെ ക്ഷീണിക്കുന്നുവോ, എപ്പോഴൊക്കെ തളരുന്നുവോ, എപ്പോഴൊക്കെ ഹല്ലേലൂയ തനിക്ക് ഇന്നലകളെ പോലെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുവോ, അപ്പോഴൊക്കെ ഹല്ലേലൂയ സ്തോത്രം ആ പാറയുടെ വിള്ളലുകളിൽ, പാറയിൽ ഹല്ലേലൂയ ഇരുന്നു കൊണ്ട് പ്രൈസ് ദി ലോർഡ് ആ ശക്തിയെ പുതുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്ന ഒരു പക്ഷിയാണത്. എന്ന് വെച്ചാൽ കാത്തിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം കഴുകന് തുല്യമായി ഉപമിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്, ദൈവീയ വാഗ്ദത്തം ഒരു നിക്ഷേപമാണെങ്കിൽ വിശ്വാസം ഒരു ചെക്ക. ആ ചെക്ക് ബാങ്കിൽ കൊടുത്ത് ക്യാഷ് വാങ്ങുന്നത് പോലെ വിശ്വാസമില്ലാതെ ദൈവവാഗ്ദത്തം പ്രാപിക്കുവാനായി ഒരുവനും കഴിയുകയില്ല. അബ്രഹാമിനെ കുറിച്ച് ഇവിടെ പറയുന്നു, ഹോവ തന്നെ കൊണ്ട് തന്നെ ആണയിട്ടു എന്ന് വെച്ചാൽ ഞാനത് ചെയ്യുമെന്ന് അവൻ ഉറപ്പ് കൊടുക്കുന്നു. ആ ഉറപ്പ് കൊടുത്ത് ദൈവത്തിൽ അബ്രഹാം വിശ്വസിക്കുന്നു. രണ്ട്, പ്രൈസ് ദി ലോർഡ്,
കാത്തിരിക്കുന്ന ഒരുവനെ ലജ്ജിപ്പിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി തിരിച്ച് എബ്രായ വിശ്വാസികളെ പോലെ ക്ഷീണിച്ച് മന്ദീഭവിച്ച് പുറകോട്ട് പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, മന്ദത കളഞ്ഞ് ക്ഷീണങ്ങളെ കളഞ്ഞ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വിശ്വാസത്തിൽ നമുക്ക് മുൻപിൽ പോയവർ, വാഗ്ദത്തങ്ങളെ അവകാശമാക്കിയവരാ അവർ. പ്രൈസ് ദി ലോർഡ്. അവകാശമാക്കിയവർ വിശ്വസിച്ചു, അവർ കാത്തിരുന്നു. വിശ്വസിക്കുക, കാത്തിരിക്കുക എന്നതാണ് വാഗ്ദത്തം പ്രാപിക്കുവാനുള്ള ഏക മാനദണ്ഡം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാത്തിരിക്കുന്നവനെ ദൈവം ലജ്ജിപ്പിക്കുന്നില്ല. അബ്രഹാം കാത്തിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഹാലിലെ തലമുറ എന്ന വാഗ്ദത്വം ലഭിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. പുതിയ ഹല്ലേലൂയ സ്തോത്രം. ശിഷ്യന്മാർ യേശു പറഞ്ഞ വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനായി യെരൂശലേമിൽ കാത്തിരുന്നു. 10 ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ മേൽ ആ വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവിനെ ലഭിപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഹബക്കൂക്ക് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ദർശനത്തിനൊരു അവധിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് വരും നിശ്ചയം. അത് വരും നിശ്ചയം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞ ആലോചനകൾ, ദൈവം പറഞ്ഞ ദൂതുകൾ നിഷ്ഫലമാകുകയില്ല. അത് നമ്മുടെ ജീവിതത്തിൽ സാധിപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് സാധിച്ച് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവമക്കളെ, വാഗ്ദത്തം പറഞ്ഞവനെ ആഴത്തിൽ വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2, അതിനുവേണ്ടി കാത്തിരിക്കുക. അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെട്ട് പറയുന്നു, അത് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വഴിദൂര നിമിത്തം ഇസ്രായേൽ മക്കളുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അവർ ക്ഷീണിച്ചു പോയതുപോലെ നമ്മൾ ക്ഷീണിച്ചു പോകരുത്. ക്ഷീണിക്കുമ്പോൾ സംഭവിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പിറുപിറുക്കും, അവിശ്വസിക്കും, പ്രൈസ് ദി ലോർഡ്, പുറകോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവർത്തികളെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ പോകും. അതുകൊണ്ട് ആ മേഖലയല്ല, മന്ദീഭവിക്കാതെ മന്ദതയുള്ളവരാകാതെ കർത്താവിന്റെ സന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് ഉത്സാഹത്തോടെ നിൽക്കുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവം നമുക്ക് തരട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, കർത്താവേ സ്തോത്രം. അങ്ങ് പറഞ്ഞ വാക്ക് ഞങ്ങൾ അതുപോലെ വിശ്വസിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾ മന്ദതയുള്ളവരാകാതെ അങ്ങ് പറഞ്ഞ വാഗ്ദത്തത്തെ പ്രാപിക്കുവാൻ, ആഴത്തിൽ അങ്ങ് വിശ്വസിക്കുവാൻ, അതിനുവേണ്ടി കാത്തിരിക്കുവാൻ, പ്രൈസ് ദി ലോർഡ്, പുതുക്കപ്പെടുന്ന അവസ്ഥ ഞങ്ങൾ ഉണ്ടാകുവാൻ, കഴുകൻ എപ്പോഴൊക്കെ ക്ഷീണിക്കുമോ അപ്പോഴൊക്കെ പുതുക്കുവാൻ താൻ ആഗ്രഹിക്കുന്നത് പോലെ കർത്താവേ, പുതുക്കപ്പെടുന്ന മേഖലകളിൽ ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് മുമ്പേ വാഗ്ദത്തം പ്രാപിച്ചവരെ, ഹല്ലേലൂയ, അവരെ മാതൃകയാക്കി കർത്താവേ, അവരുടെ വിശ്വാസം, അവരുടെ ദീർഘക്ഷമ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കി നിൽക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാത്തിരിപ്പിന്റെ ഇടയിൽ ചിലർക്ക് പറ്റിയ തെറ്റുകൾ ഞങ്ങൾക്ക് വരാതിരിക്കുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട ജനത്തെ അവിടുത്തെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നാമത്തിന്റെ വിടുതൽ ഈ വചനത്തിലൂടെ ലഭിക്കുവാൻ അടിയൻ പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്ക് ആഴ്ച ക്രിസ്തുവേശ്വര തന്നെയുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രവിക്കണേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹീതമായ ഒരു ദിനം ദൈവജനത്തിന് തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. God bless you.